ഇതാ അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യബലി. അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ, അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. ആബേലിന്റെ ബലി പോ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. ആബേലിന്റെ ബലി പോ പൂർണ്ണമാമൊരു ബലി നീ പരിപൂർണമാം മനസ്സോടെ നിന്നാഥനു നൽകിടൂ. നാഥനെ വരവേൽക്കൂ. അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ, അണയൂ പ്രിയസുതരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. സമയം ആഗതമായി നാഥനെ വരവേൽക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവിൽ നമുക്കെല്ലാവർക്കും ആനന്ദിക്കാം. കന്യകാമറിയത്തിൻ്റെ ബഹുമാനാർത്ഥം ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അവളുടെ സ്വർഗാരോപണത്തിൽ മാലാഖമാർ സന്തോഷിക്കുകയും ദൈവസുതനെ സ്തുതിച്ച് വാഴ്ത്തുകയും ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ള വികാരിയച്ച, ഇവിടെയുള്ള മറ്റച്ചന്മാര്, പ്രിയ പ്രസ്തേന്തി ബിജു കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ ഞായറാഴ്ച ദിവസം ഓഗസ്റ്റ് 15 കൃത്യം അങ്ങനെ നമുക്ക് കൊണ്ടാടാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. 1 മണിക്കൂർ സമയം നമ്മൾ ഈ ലാറ്റിൻ ക്രമത്തിൽ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഒരു സമ്മാനം നമുക്ക് മാതാവിനോട് ചോദിക്കാം. സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ മുൻപിലേക്ക്, പുത്രനായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇത്രയും സ്വാധീനമുള്ള പരിശുദ്ധ അമ്മ ചെന്ന് നിൽക്കുമ്പോൾ വേറെ ആർക്കാണ് ഇത്ര സ്വാധീനമുള്ളത്? ഒരു കാര്യം, എനിക്കൊരു അനുഗ്രഹം തരണമേ. നമ്മൾ കുർബാനയ്ക്ക് മുൻപും പിൻപും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്.
കുർബാനക്കകത്ത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. അതുകൊണ്ട് നമ്മളോട് സ്നേഹം തോന്നട്ടെ. നമ്മൾ ദൈവസ്വർഗത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭക്തിയും സ്നേഹവും കാണുമ്പോഴും ദൈവത്തെ നമ്മോട് കരുണ തോന്നട്ടെ. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത വിഷയങ്ങളെല്ലാം നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. വിവാഹം, കുഞ്ഞ്, വീട്, അതുപോലെ തന്നെ കടബാധ്യതകൾ, ജോലി, മക്കളുടെ പഠനം. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ കോവിഡ് ഒരു വഴിക്ക് കൂടി പോകുമ്പോഴും ദൈവം നമ്മളെ വളരെ ശക്തമായി അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതിനെക്കുറിച്ച് നന്ദി പറയാം, നമ്മുടെ സമ്മാനം ചോദിക്കാം. നമുക്ക് ഈ ബലി ഏറ്റവും യോഗ്യതയോടുകൂടി അർപ്പിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ ഈ സമയം നമുക്ക് മൗനമായി ഓർക്കാം. നമ്മുടെ പാപവും ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് വലുത്. എങ്കിലും ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ എൻ്റെ ഈശോയെ തെറ്റിപ്പോയിട്ടുണ്ട്, ചെറിയ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ബലി അർപ്പിക്കാനുള്ളൊരു യോഗ്യത പോലും എനിക്കില്ല. എന്നാലും ഈ ബലിയോട് ചേർന്ന് അർപ്പിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഓൺലൈൻ വഴി കുർബാനയിൽ വീടുകളിലിരുന്ന് പങ്കുചേരുന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങൾ നമ്മൾ ചേർത്ത് വയ്ക്കാം. ഇന്ന് ഈ ദേവാലയത്തിനകത്ത്, ഇത്രയും വിശുദ്ധമായ ഈ ദേവാലയത്തിനകത്ത് നമ്മൾ ബലിയർപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതിനോർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് ഈ ബലി യോഗ്യതയോടുകൂടെ അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.
അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താഴരാങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ കർത്താവാം യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാളെ താതരാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകളെ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ. അങ്ങു മാത്രം പരിപാലൻ അങ്ങു താരേകരാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപരഹിതമായ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ മഹത്വത്തിൻ്റെ വലിയ അടയാളത്തിൻ കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിൽ നിന്ന് മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നരുളേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ
അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംഭവിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണം അണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലത്തുവശത്ത്, നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവിചായിച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലത്തുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാകുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖ വൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ. വിണ്ണിൽ സൂര്യനുദിക്കുമ്പോൾ മണ്ണിൽ കൂരിരുളകലുന്നു. വചനം ഹൃത്തിൽ പതിയുമ്പോൾ മനസ്സിൻ തമസു നീങ്ങുന്നു. വിണ്ണിൽ
വിണ്ണിൽ സൂര്യനുദിക്കുമ്പോൾ മണ്ണിൽ കൂരിരുളകലുന്നു. വചനം ഹൃത്തിൽ പതിയുമ്പോൾ മനസ്സും തമസു നീങ്ങുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വികാരിയച്ഛ, മറ്റച്ഛന്മാരെ, പ്രിയ ക്രിസ്ത്യേന്തി ബിജുവിൻ്റെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഈ ദേവാലയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഓൺലൈനിൽ വീട്ടിലിരുന്ന് പരിശുദ്ധ കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും പങ്കുചേരുന്ന വിശ്വാസി സമൂഹം, എല്ലാവർക്കും ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. എന്തൊരു സ്വാതന്ത്ര്യമാണ് അല്ലെ! പരിശുദ്ധ അമ്മയ്ക്കും നല്ല സ്വാതന്ത്ര്യമാണ്. അതാണ് പരിശുദ്ധ അമ്മ ഇന്ന് അനുഭവിക്കുന്നത്.
സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുൻപിലും പുത്രനായ ദൈവത്തിൻ്റെ മുമ്പിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മുമ്പിലും നിൽക്കാനുള്ള സ്വാതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ ശരിക്ക് ഈ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട്? എനിക്കത് വേണം, ഒരു കുഞ്ഞ് അപ്പൻ്റെ അടുക്കൽ എനിക്കത് വേണം എന്ന് പറയാൻ ഞാനെങ്ങനെ ചോദിക്കും, ഞാൻ ചോദിച്ചാൽ കിട്ടുമോ? നമ്മളെ തന്നെ പിൻവലിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ചിലപ്പോൾ ബന്ധങ്ങളിലുണ്ടാകാം, നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലുണ്ടാകാം. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലേ? നിങ്ങൾ സമ്മതിക്കില്ല, പരിശുദ്ധ അമ്മയ്ക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. ഇത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് പരാധീനതകളും സങ്കടങ്ങളും തകർച്ചകളും ഇല്ലേ, ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടേ? അങ്ങനെ സംഖ്യാപുസ്തകത്തിൻ്റെ 11-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ മോശ ദൈവത്തോട് പരാതിപ്പെടുന്നുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഇങ്ങനെയൊക്കെ പരാതിപ്പെടുവോ? ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ അത് തന്നെയായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ തന്നെയായിരിക്കാം. വെറുതെ നമ്മൾ പരാതി പറയണം. പരാതി പോലും ഒരു പ്രാർത്ഥനയാണ്. മോശയുടെ ജീവിതം നോക്കിക്കേ. അങ്ങനെ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ വരികയാണ്. അവർ ഭക്ഷണമില്ലാതെ അവരെ പട്ടിണിയും ദുരിതമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴും അവർ പരാതിപ്പെടാൻ തുടങ്ങി. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങെന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? നമ്മൾ ചോദിക്കുന്ന ചോദ്യം തന്നെ, കോവിഡും ഇതെങ്ങനെ മുന്നോട്ട് പോകും? എത്ര നാളിനി എടുക്കും? ചില ആളുകൾ ഒരു 8 വർഷം ഇതിൻ്റെ ഒരു ഇതിൽ അങ്ങനെ നമ്മൾ ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഒരു സൈഡിലൂടെ കോവിഡ് ഇങ്ങനെ വരുമ്പോഴും മറുവശത്തോടുകൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടില്ലേ? ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പം അങ്ങനെ മോശ ദൈവത്തിന് അനുഗ്രഹം ലഭിച്ച ഒരാൾ പോലും ഒരു ദുരിത നേരത്ത് ദൈവത്തോട് പരാതിപ്പെട്ടു പോവുകയാണ്. ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തി, എന്തിനെനിക്ക് ഈ ജീവിതം തന്നു, എന്ത് ഈ കഷ്ടപ്പാട് തന്നു, ഈ ഒരു വിവാഹ ജീവിതം എനിക്ക് തന്നു, ഇത്രയും മക്കളെ എനിക്ക് എന്തിനു തന്നു എന്നൊക്കെ ചോദിക്കുന്നവർ, ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവർക്ക് വാഗ്ദാനം ചെയ്ത ദേശത്തെ മുലകുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോവുക എന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞവർ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല, അത് എൻ്റെ കഴിവിനതീതമാണ്. ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി ഉടൻ എന്നെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. ഇത് നമ്മുടെ ഒരു അവസ്ഥ. ഇങ്ങനെ ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ മുമ്പിൽ മോശയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇതൊരു സ്വാതന്ത്ര്യമാണ്. ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് എന്ത് കാര്യവും ദൈവത്തിന് മുമ്പിൽ പറയാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചത് എന്ന് നമ്മൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് 1-2 കാര്യങ്ങളിലൂടെ നമുക്ക് മറുപടി പറഞ്ഞു തരും. പരിശുദ്ധ അമ്മയുടെ തിരഞ്ഞെടുപ്പ് വളരെ സുന്ദരമാണ്. കർത്താവിൻ്റെ മാലാഖ വന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ കൂട്ടത്തിൽ അക്രൈസ്തവർ, മറ്റു മതസ്ഥരുണ്ടെങ്കിൽ അവർ ഓൺലൈനിലോ അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലോ നിന്ന് ബലിയർപ്പിക്കാൻ ഇവിടെ വന്ന് നിൽക്കാൻ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം എന്ത് ചെയ്തു? ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അതായത് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ തന്നെ അടുത്തൊരു കാര്യം ചെയ്യുക. അങ്ങനെ വെറുതെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. മറിയം ഉടനെ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകാനായിട്ട്. നമുക്ക് ഇപ്പോൾ ഈ പരിസരത്ത് നിൽക്കുമ്പോൾ, ഈ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വിശുദ്ധ ദേവാലയത്തിൽ ഈ പള്ളിയോട് ചേർന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ഓഗസ്റ്റ് 15-ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഈ അനുഗ്രഹത്തിൽ നിൽക്കുമ്പോൾ അടുത്ത പടി, അനുഗ്രഹം കൂട്ടാനുള്ള ഒരു പടി നമ്മൾ ചെയ്യാൻ നമുക്ക് അനുഗ്രഹമായിരിക്കും. അത് മറിയം അത് ചെയ്തു. അപ്പോൾ തന്നെ തിടുക്കത്തിൽ ആ ദിവസങ്ങളിൽ, വേറെ ദിവസങ്ങളിലല്ല, ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ മലമ്പ്രദേശത്ത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ വേണോ വേണ്ടേ എന്നൊരു ചിന്ത ഉണ്ടാകും. വേണം,
എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് വേണം എന്ന് പറഞ്ഞ്, എന്നിട്ട് നല്ല മനസ്സോടെ ചെയ്തേ. മലമ്പ്രദേശം, ഞാനൊരു മലമ്പ്രദേശത്തൊരു മിഷൻ പള്ളി എന്നാണ് വരുന്നത്. ശരിക്ക് മലമ്പ്രദേശം എന്ന് പറഞ്ഞാൽ യാത്ര ക്ലേശമാണ്, ജീവിതം ക്ലേശമാണ്. നമുക്ക് ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കാൻ മറിയം തയ്യാറായി. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ചെന്ന് കയറിയത് സക്കറിയായുടെ ഭവനത്തിലാണ്. നമുക്ക് ചില വീടുകളിൽ നമ്മൾ പോകാതിരിക്കുന്നുണ്ട്, ബന്ധുക്കളുടെ വീട്ടിൽ പോകാതിരിക്കുന്നുണ്ട്, ചില ആളുകളോട് മിണ്ടാതിരിക്കുന്നുണ്ട്. ഒരു അനുരഞ്ജനത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. മറിയം സക്കറിയാസിൻ്റെ വീട്ടിൽ പ്രവേശിച്ച് എന്നിട്ട് അഭിവാദനം പറഞ്ഞു, നല്ല വർത്തമാനം പറയുക. ഒരു മനുഷ്യന് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു വർത്തമാനം പറഞ്ഞ്, അങ്ങനെ തിബേരിയാസ് കടൽ തീരത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതിരുന്ന ശിഷ്യന്മാരോട് ഈശോ നല്ല വർത്തമാനം പറഞ്ഞു. അവിടെ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ കിട്ടും. ഇങ്ങനെ ഒന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുത്ത് നോക്കിക്കേ. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധ മറിയത്തിന് മുമ്പിൽ നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ സാധിച്ചാൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും, പരിശുദ്ധ മറിയത്തെ പോലെ. അങ്ങനെ എലിസബത്ത് മറിയത്തെ പ്രകീർത്തിച്ചു. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, കർത്താവ് അരുളിച്ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ മറിയം, കൊള്ളാം, ഞാൻ നല്ല മിടുക്കിയാണല്ലോ എന്ന് പറയാതെ മറിയോടനെ വന്ന സ്തുതിയെല്ലാം ദൈവത്തിലേക്ക് വെച്ചു കൊടുത്തു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു താല്പര്യവും മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പൊ ഒന്ന് ഓർത്ത് വയ്ക്കാം, കൃപ വർദ്ധിപ്പിക്കാനായിട്ടുള്ള വഴികൾ ആ ദിവസങ്ങളിൽ തന്നെ, പള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ, ഒരു വിശ്വാസിയായിട്ട് ഈ ജീവിത കാലയളവിൽ തന്നെ വിശ്വാസത്തോട് ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, മനുഷ്യരോട്, ബന്ധുക്കളോട്, മാതാപിതാക്കളോട് ഒരു അനുരഞ്ജനം, വീട്ടിലെ നല്ല വർത്തമാനം. ചിലരുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ മടുത്തു പോവും, മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോവും. ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു വർത്തമാനം പറയാൻ, ആത്മാവിങ്ങനെ കൈമാറുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ പറയും, ഇതെല്ലാം എനിക്ക് തന്നത് ദൈവമാണ് എന്ന് പറയും. ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ചോദിക്കാം, മറിയത്തെ പോലെ നമുക്ക് സമ്മാനം ചോദിക്കാം. നമുക്കൊന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് എത്രയും സ്വാതന്ത്ര്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. ഞങ്ങൾക്ക് ഇന്നൊരു അനുഗ്രഹം തരണം. എത്ര നാളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്ര ഓഗസ്റ്റ് 15 തിരുനാളുകൾ കഴിഞ്ഞു പോയി. ഈ 2021 ദുരിത കാലഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോഴെങ്കിലും കർത്താവേ, ഞങ്ങൾക്കൊരനുഗ്രഹം തരണമേ, ഒരു കുഞ്ഞിനെ തരണമേ കർത്താവേ, ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ തരണമേ. ഈ ചെറിയ വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന് ആകുലപ്പെടുന്നവർക്ക് കർത്താവെ സ്ഥിര വരുമാനമുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ. കുടുംബത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. പാതി വഴി നിർത്തിവെക്കേണ്ട വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ കർത്താവ് ഇടവരുത്തണമേ. ഒത്തിരിയേറെ പ്രാർത്ഥന. പഠിക്കുന്ന മക്കൾ നല്ല വഴിക്ക് വരാൻ, നല്ല ചിന്തകളുണ്ടാകാൻ, നല്ല അധ്വാനിക്കാൻ, ദുശീലങ്ങൾക്കൊന്നും അടിമപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ, ഞങ്ങളുടെ തന്നെ ശരീരത്തിൻ്റെ രോഗങ്ങൾ, വേദനകൾ, ഇതെങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ജീവിതം, ദൈവമേ, മരണം വരെ നന്നായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ തന്നെ മാറ്റിയെടുക്കേണ്ട നമ്മുടെ ചില സ്വഭാവ രീതികൾ, ദൈവമേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഈ ഒരു അനുഗ്രഹം, ഒരു സമ്മാനം എനിക്ക് തരണമേ. കരങ്ങൾ കൂപ്പി നമുക്ക് നമ്മുടെ സമ്മാനം ദൈവത്തോട് ചോദിക്കാം. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ചേർന്ന് പാടാം. നാഥാരാധന ആരാധന,
നാഥാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന, നാഥാരാധന ആരാധന, പാടാമാരാധന ആരാധന. നമ്മുടെ സമ്മാനം നമുക്ക് ചോദിക്കാം. പരിശുദ്ധ അമ്മ, ഇന്ന് എനിക്കൊരു സമ്മാനം താ. നമ്മളിപ്പോൾ വിശ്വാസ പ്രമാണം നമ്മൾ ആലപിക്കുകയാണ്. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാത്തിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുന്നു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നോറിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നൂറുഹായാൽ ധന്യ ശരീരമേടുത്തു നരനായി പോന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം. മുന്നാം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നരോടുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരുമെന്നതില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. ആദരിൽ നിന്നും തരയലിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സ്തുത്യനും പൂജനും പാദം റൂഹായിൽ വേദപ്രവാചക
നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റവുറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാനേകവിശുദ്ധ കാതോലിക്ക അപ്പസ്തോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്യ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റമുറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. നമുക്ക് ഈ സമയം ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനകൾ നമുക്ക് സമർപ്പിക്കാം. കുർബാനയ്ക്കകത്ത് പ്രാർത്ഥിക്കുക. ഈ സമയം നമ്മുടെ സമ്മാനം ചോദിക്കുക മാതാവിനോട്. ഈ സ്വർഗാരോപണത്തിരുന്നാണ് എനിക്കൊരു സമ്മാനം ത അമ്മേ. നമ്മുടെ വിഷയങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. കുടുംബത്തിൻ്റെ ജോലി, കുഞ്ഞ്, വിവാഹം, കടബാധ്യത, മക്കളുടെ പഠനം, ഭവന നിർമ്മാണം, ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട നിയോഗങ്ങൾ, വികാരിയച്ഛൻ്റെ നിയോഗങ്ങൾ, പ്രസ്തേന്തിയുടെ നിയോഗങ്ങൾ, അനേകം ലക്ഷം ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടാകണം. അവരുടെ എല്ലാം നിയോഗങ്ങൾ കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. ഞങ്ങളോട് കരുണ കാണിക്കണമേ. സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ മുൻപിലേക്ക്, പുത്രനായ ഈശോയുടെ മുൻപിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലേക്ക് എടുക്കപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. നമ്മൾ ഈ സമയം കാഴ്ചവെപ്പിൽ പങ്കുചേരുകയാണ്. നമുക്ക് നമ്മുടെ സ്വസ്ഥാനങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ടുകുത്തുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്ത് നമുക്ക് ഈ കാഴ്ചവെപ്പ് സമയത്ത് നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും ആശീർവദിച്ചൊരാ കൈകളിൽ നാഥ ഏകിടുന്നു ഞങ്ങളെ പൂർണ്ണമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി കൈക്കൊള്ളണേ ഈശോ നൈവേദ്യമായി ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും. എല്ലാ നമ്മളുടെയും ദാതാവായ ദൈവങ്ങൾ കാഴ്ചവെക്കുന്ന അപ്പം അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ആത്മീയ ഭോജനമായി തീരുവാനപ്പം ഭൂമിയുടെ മനുഷ്യപ്രയത്തിന് ഫലമായി ഞങ്ങൾക്ക് വാഴ്ത്തപ്പെടട്ടെ. ദൈവമെന്നും വാഴ്ത്തപ്പെടട്ടെ. എല്ലാ നന്മകളുടെ ദാതാവായി ഞങ്ങൾ കാഴ്ചവെക്കുന്ന വീഞ്ഞ് ഞങ്ങളുടെ കാരുണ്യത്തെ ഞങ്ങൾക്ക് ലഭിച്ചു. ആത്മീയ പാനീയമായി തീരുവാനുള്ള വീഞ്ഞ് മുന്തിരിവള്ളിയുടെ മനുഷ്യപ്രയത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വാഴ്ത്തപ്പെടട്ടെ. ദൈവമെന്നും വാഴ്ത്തപ്പെടട്ടെ. അൾത്താരവേദിയിൽ അർപ്പിതമാകാ ഞങ്ങൾ ഒരുക്കിടും അപ്പവും വീഞ്ഞും. അൾത്താരവേദിയിൽ അർപ്പിതമാകാ ഞങ്ങൾ ഒരുക്കിടും
അപ്പവും വീഞ്ഞും ദാസർക്കു പകരമായി കൈക്കൊള്ളണേ. പ്രീതിയോടി ബലി സ്വീകരിക്കണമേ. ദാസർക്കു പകരമായി കൈക്കൊള്ളണേ. പ്രീതിയോടി ബലി സ്വീകരിക്കണമേ. ആത്മദാനമായി നൽകാനപ്പവും വീഞ്ഞും സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഈ ആദരത്തിൻ്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപിതയായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ജ്വലിപ്പിച്ച് അങ്ങയെ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങ് സഭയുടെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പ്രതീകവുമായും തീർത്ഥാടക ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളമായും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവന്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ അവൾ കല്ലറയിൽ അഴിയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു.
പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. നമുക്ക് സാധിക്കുന്നത് പോലെ മുട്ടുമെന്ന് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് തന്നെ നിൽക്കാവുന്നതാണ്. പ്രതിഷ്ഠാ പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്ക് വീണ്ടും നമ്മുടെ സമ്മാനങ്ങൾ ചോദിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന കത്തോലിക്ക തിരുസഭയോർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ എമറിത്തുസ് പാപ്പ ബെനഡിക്ട് 16 എറണാകുളം അങ്കമാലി രൂപതാധ്യക്ഷൻ കർദിനാൾ മാർ ആലഞ്ചേരിയോടും മറ്റെല്ലാ മെത്രാന്മാരോടും കർദിനാളന്മാരോടും വൈദികരോടും സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമേറെ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനോടും ഞങ്ങളുടെ പേരിന് കാരണഭൂതരും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട്, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട്, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
കർത്താവായ യേശുക്രിസ്തുവേ, സജീവനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങ് മരണത്താൽ ലോകത്തെ അങ്ങ് ഉജ്ജീവിപ്പിച്ചുവല്ലോ. ഈ പരിശുദ്ധമായ ശരീരം രക്തവും സ്വീകരിക്കുക വഴി ഞങ്ങളെല്ലാ പാപങ്ങളിലും സകല തിന്മകളും നിങ്ങളെ മോചിപ്പിക്കണം. അങ്ങ് കൽപ്പനകളോട് ഞങ്ങളെപ്പോഴും ചേർത്ത് നിർത്തണമേ. അങ്ങനൊരിക്കലും വേർപെട്ടു പോകാൻ ഞങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്യണം. ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച ഈശോയുടെ മനോവികാരം നമുക്ക് ഈ സമയം ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ കൂടെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. സ്നേഹം വെച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ, സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. സ്നേഹം വെച്ചു വിളമ്പും ദിവ്യമുഹൂർത്തമായിതാ, സ്നേഹപിതാവാം ദൈവം നൽകും സ്നേഹവിരുന്നിതാ. തിരുമൈ നിണമായി മാറിയ തിരുഹൃദയം ഇതാ, തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുന്നിൽ. തിരുമൈ നിണമായി മാറിയ തിരുഹൃദയം ഇതാ, തിരുവോസ്തിയായി നമ്മുടെ ഹൃദയത്തിൻ മുൻപിൽ. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം, ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം.
നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം ഈ നിത്യജീവന്റെ മന്ന നൽകിയിടുവാൻ മേനി മുറിവേറ്റ സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം ആ സ്നേഹമാണ് സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം സ്വീകരിച്ചിടാമീ ദിവ്യഭോജ്യം ഹൃദയത്തിലലിയുമീ ദിവ്യഭോജ്യം അവിടുന്ന് എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ വിസ്മരണീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങ് മക്കൾക്കങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കുവാൻ തിരുവുള്ളമുണ്ടായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ജീവന്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫ്രാൻസിസ് സേവ്യർ അച്ഛ,
പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാളിൻ്റെ ദിവസത്തിൽ അമ്മയുടെ അനുഗ്രഹദായകമായ കൃപാവരങ്ങൾ കൊണ്ട് നമ്മുടെ ജനത നിറയ്ക്കുവാനായിട്ടാണ് അച്ഛനിവിടെ ആയിരുന്നത്. അതിമനോഹരമായ രീതിയിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ദിവ്യബലിയിലെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിച്ചു. അച്ഛന് ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടു കൂടിയിട്ട് നന്ദി പറയുകയാണ്. ഫ്രാൻസിസ് സേവ്യർ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കൊച്ചി രൂപതക്കാരനാണെന്ന് പറഞ്ഞു. നമ്മളുടെ തങ്കിപ്പള്ളിയിൽ വികാരിയായിരുന്നു. ഇപ്പോഴച്ഛൻ ശരിക്കും കൊച്ചി രൂപതയിൽ നിന്നും ഫിദൈദോണുമായിട്ടാണ് പാലക്കാട് വർക്ക് ചെയ്യുക. അവിടുത്തെ രൂപതയിലെ പുതിയ രൂപതയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛന്മാരെ ആവശ്യമുണ്ട്. ഒരു മിഷൻ വർക്ക് പോലെയാണ് സ്വന്തം രൂപതയല്ലാത്ത സ്ഥലത്ത് ദൈവജനത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധ പള്ളിപ്രത്തമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപയും അനുഗ്രഹവും സമർത്ഥമായി ഉണ്ടാകുവാനും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവുണ്ടാകുവാനും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഇവിടെ എത്തി അവിടുന്ന് ഇവിടെ വരെ വന്ന് ഈ ദിവ്യബലി അർപ്പിക്കുവാനായിട്ട് കാണിച്ച മഹാമനസ്കതയെ വളരെയേറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയും അച്ഛന് ഒരിക്കൽ കൂടി പ്രസിദ്ധന്തിയുടെയും ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളുടെയും പേരിൽ ഏറ്റവും നിറഞ്ഞ ഹൃദയത്തോടു കൂടിയിട്ട് നന്ദി അർപ്പിക്കുന്നു. അച്ഛനോടൊപ്പം എത്തിയ ഗായക സംഘത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പരിശുദ്ധ പള്ളിപ്രത്തമ്മയുടെ രൂപം ആലേഖനം ചെയ്ത ഒരു ചെറു സ്മരണിക പ്രസിദ്ധന്തി ഇപ്പോൾ അച്ഛന് കൈമാറും. അച്ഛൻ്റെ ജീവിതത്തിലുടനീളം അമ്മയുടെ മധ്യസ്ഥമുണ്ടാകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തിരുനാളിൻ്റെ എല്ലാവിധ കൃപയും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ദേവാലയത്തിലായിരിക്കുന്നവരോട് നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ നേരുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ പതിയെ വഴിയിലേക്കൊക്കെ പോകുമ്പോൾ കൂട്ടം കൂടാതെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ശ്രദ്ധയോടെ നിങ്ങൾ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാവർക്കും തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ നേരുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹമേ മേരി മാതേ, സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ, നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. വിനയാനിതരെ കനിവോടെ
ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ നേരിയൊരടയാളം. വിനയാനിതരെ കനിവോടെ ദൈവമുയർത്തും എന്നതിന് ഈ മണ്ണിൽ കൺമുന്നിൽ നേരിയൊരടയാളം. മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം, മേരിയൊരടയാളം, മണ്ണിൽ മേരിയൊരടയാളം. വിശ്വാസിക്ക് ഹൃദയതലത്തിൽ നേരിയൊരടയാളം. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. ദൈവത്തിൻ തിരുമുൻപിൽ എളിയൊരു ദാസി, ദൈവത്തിൻ കനിവാൽ നീ സ്വർഗറാണി. പാപികളാകും മാനവ മക്കൾക്കെന്നും പാവനമാകും മാർഗം രാജകന്യ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ. ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു. നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു.